മികച്ച രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന് നിങ്ങൾ വേറൊരു കടമുറി എടുത്തിടുകയോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഹാളോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാർഗമാണ് ഈ ഒരു ഹോൾസെയിൽ ലൂസ് സെയിൽ ബിസിനസ് വ്യാപാരം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ട ബ്രാൻഡ് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് എടുത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. ക്വാളിറ്റി കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരും. ഇതുപോലുള്ള നമ്പർ 1 ബ്രാൻഡ് ഇപ്പൊ സൂര്യനെല്ലിയുടെ ഈ ഒരു ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മുൻ വീഡിയോകളിൽ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ഇതുപോലുള്ള ബ്രാൻഡുകളൊക്കെയാണ് നിങ്ങൾ ഹോട്ടൽ ബ്ലെൻഡ് പോലെയും, ഇനി അതല്ല നിങ്ങൾക്ക് ഹോട്ടൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് മുതലാവുന്നില്ല, നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഒക്കെ ആയിട്ട് എടുത്തു വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ആവറേജ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് എടുത്തു വെക്കുവാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് പുരുഷന്മാർക്ക് മാത്രം വന്നിട്ടുള്ള ഒരു ജോലി മേഖലയൊന്നുമല്ല. ഇത് സ്ത്രീകൾക്കും, അതായത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പോലും വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ജോലിക്കാരിയാണ് ഈ ഒരു ഹോൾസെയിൽ ലൂസ് സെയിൽ ബിസിനസ് വ്യാപാരം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ സൂര്യനെല്ലി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കൂടെ നിങ്ങൾക്ക് വാംതി എടുക്കാം, ഇനി അതല്ലെങ്കിൽ ചിന്നാർ എടുക്കാം, ജീവൻതി എടുക്കാം, പെരിയാപ്പീക്ക് ഉണ്ട്, പെരിയാപ്പീക്ക് എടുക്കാം, ദേവർഷോള എടുക്കാം, വെള്ളക്കടവ് എന്ന് പറഞ്ഞ തേയിലകളൊക്കെ ഉണ്ട്. ഇതിലുള്ള ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡ് തേയിലയൊക്കെ നിങ്ങൾ എടുക്കുവാണെങ്കിലുള്ള ഗുണം വെച്ചാൽ സൂര്യനെല്ലി പോലുള്ള ടോപ്പ് തേയിലയുടെ കൂടെ ഈ ഒരു സൂര്യനെല്ലിയുടെ SFD ഗ്രേഡിലുള്ള തേയിലയാണ് നിങ്ങൾ മറ്റായിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കേണ്ടത്. ഹോട്ടൽ ബ്ലെൻഡ് ആയിക്കോട്ടെ, ഇനി നിങ്ങൾ സാധാരണ 2 ബ്രാൻഡ് മാത്രം എടുത്തിട്ട് 2 ഗ്രേഡിലുള്ള 2 ബ്രാൻഡ് എടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിലും എപ്പോഴും ക്വാളിറ്റിയുള്ള സൂര്യനെല്ലി SFD ഗ്രേഡ് എടുക്കാനായിട്ട് നോക്കുക എന്നുള്ളത്. ഈ ഒരു തേയിലയുടെ ക്വാളിറ്റി ആയിരിക്കും ആദ്യം നമ്മളൊരു ചായ ഇടുമ്പോൾ പോലും ആ ചായയിലേക്ക് ആദ്യത്തെ ക്വാളിറ്റി ഇറങ്ങി വരുന്നത് എപ്പോഴും പൊടിത്തൈലയുടെ ക്വാളിറ്റി ആയിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വന്നിരിക്കുന്ന കുടുംബാംഗങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഈ ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് ഏത് ബ്രാൻഡ് ഏത് ഗ്രേഡാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പൊ എന്നോട് ചോദിക്കും സൂര്യനെല്ലി SRD എടുത്തിട്ട് മലക്കിപ്പാറയുടെ SFD എടുത്താൽ പോലെ, അല്ലെങ്കിൽ വാംതിയുടെ SFD എടുത്താൽ പോലെ എന്നുള്ളത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുമ്പോൾ സൂര്യനെല്ലിയാണ്, അതായത് ഏറ്റവും ടോപ്പായിട്ട് ചേർക്കുന്ന ബ്രാൻഡ് ആയിരിക്കണം SFD പൊടിയായിട്ട് വരുന്ന തേയില ചേർക്കാനായിട്ട്. കാരണം എന്താ, ഈ ഒരു തേയിലയുടെ ക്വാളിറ്റി ആയിരിക്കും ആദ്യം ചായയിലേക്ക് ഇറങ്ങി വരുന്നത്. അതേസമയം നമ്മള് ഈ ഒരു ക്വാളിറ്റിക്ക് പകരം നമ്മള് വാംതിയുടെ SFD ആണ് ചേർക്കുന്നത്, സൂര്യനെല്ലിയുടെ RDO അല്ലെങ്കിൽ സൂര്യനെല്ലിയുടെ PDO നമ്മൾ എടുത്ത് ബ്ലെൻഡ് ചെയ്യുന്നതെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വാംതിയുടെ ക്വാളിറ്റി ഇറങ്ങി വരും, അതായത് വാംതിയുടെ ടേസ്റ്റ് ഇറങ്ങി വരും. അപ്പൊ നമുക്ക് ചായ എപ്പോഴും നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ നിലനിർത്തി കൊടുക്കാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കച്ചവടം, നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുള്ളൂ, അല്ലെ? യാതൊരുവിധ കംപ്ലൈന്റ് കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പോകണമെങ്കിൽ നമ്മൾ എപ്പോഴും ഇതുപോലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള തേയില നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സൂര്യനെല്ലിയുടെ ബ്രാൻഡ് ചേർക്കുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇനിയിപ്പോ ഈ സൂര്യനെല്ലിയുടെ ബ്രാൻഡിന് പകരം AVT ആണ് കറണ്ടിക്കൂടി നിങ്ങൾ എടുത്തിരിക്കുന്നെങ്കിലും SFD ഗ്രേഡ് തന്നെ എടുത്ത് ചേർക്കാനായിട്ട് നോക്കണം. അതേസമയം അവിടെ ജീവൻതിയുടെ SFDയോ വാംതിയുടെ SFDയോ കിന്നാറിന്റെ SFDയോ നിങ്ങൾ ചേർത്തില്ല എന്താ പ്രശ്നം വരുന്നത്, അതിന്റെ ക്വാളിറ്റി അതിന്റെ ടേസ്റ്റ് ആയിരിക്കും ചായയിലേക്ക് ആദ്യം ഇറങ്ങി വരുന്നത്. അപ്പൊ നമ്മളൊരു കടയിൽ കൊണ്ടുവന്ന തേയില കൊടുത്തു, ഇതുപോലെ ഒരു 5 കിലോ പാക്കറ്റ് ഇപ്പൊ നല്ല ക്വാളിറ്റിയോട് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇത് ഇത്രയും ക്വാളിറ്റിയോടുകൂടി തന്നെ നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ഈ തേയിലയ്ക്ക് ശരാശരി ഒരു 350 രൂപ എനിക്ക് ലാഭം കിട്ടും എന്നുള്ളതാണ്. 5 കിലോ തേയില ഈ ഒരു പാക്കറ്റ് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് 350 രൂപ ഈ ഒരു പാക്കറ്റിനകത്ത് ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്വാളിറ്റി നിലനിർത്തി കൊടുക്കാനായിട്ട്, ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ഇല്ലാതെ ക്വാളിറ്റി നിലനിർത്തി കൊടുക്കുവാണെങ്കിലുള്ള ഗുണം എന്താ, നിങ്ങൾക്ക് വീണ്ടും 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 ഓർഡർ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. കാരണം കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പിന്നെ പിന്നെ ഓർഡർ കിട്ടുന്നതാണ്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോയുടെ ഓർഡറിൽ 25 കിലോ അവര് ഇന്നലെ നമുക്ക് എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഈ ഒരു 35 കിലോയുടെ 2 ചാക്ക് 70 കിലോയും ഒരു 5 കിലോയും 75 കിലോ ആണ് നമ്മള് ബാലൻസ് ഉള്ളത്. സൂര്യനെല്ലിയുടെ ഈ ഒരു ബ്ലെൻഡിന്റെ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓർഡർ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ വീട്ടിലിരുന്ന് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവര്, വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ ഡീലറെ സമീപിച്ചിട്ട് പരമാവധി നിങ്ങൾ തേയില എടുക്കാനായിട്ട് നോക്കുക എന്നുള്ളത്. ക്വാളിറ്റിയുള്ള ബ്രാൻഡ്, നമ്പർ 1 ആയിട്ട് ക്വാളിറ്റിയുള്ള ഒരുപാട് ബ്രാൻഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നമ്പർ 1 ക്വാളിറ്റിയുള്ള സൂര്യനെല്ലിയോ AVTയുടെ കരടിക്കുഴിയോ മയൂരയോ ഇഞ്ചിപ്പാറയോ ഇതുപോലുള്ള ഏതെങ്കിലും ബ്രാൻഡ്, ഈ കണ്ണൻ ദേവന്റെ തന്നെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. 2 ബ്രാൻഡ് ഒന്നിച്ചെടുത്തിട്ട് ചിലപ്പോൾ വിൽപ്പന നടത്താനായിട്ട് സാധിക്കില്ല. കാരണം എന്താ, 2 ബ്രാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും ക്വാണ്ടിറ്റി നമ്മൾ ലൂസായിട്ട് 10 വെച്ച് മേടിക്കുകയാണെങ്കിൽ 20 കിലോ തേയില വരും എന്നുള്ളതാണ്. അപ്പൊ റേറ്റ് കൂടുതലായിരിക്കും. നമ്മള് ഒരു ഫുൾ ബോക്സ് സൂര്യനെല്ലി എടുക്കുന്നതിനേക്കാൾ റേറ്റ് കൂടുതലായിരിക്കും നമ്മൾ 10 കിലോ ഒരു ഹോൾസെയിൽ കടയിൽ ചെന്നിട്ട് നമ്മൾ ലൂസായിട്ട് മേടിക്കുക. ഒരു ഓപ്ഷൻ ഡീലറിനെ, ഒരു ലേലക്കാരനെ സമീപിച്ചാൽ നിങ്ങൾക്ക് 10 കിലോ ലൂസായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കത്തില്ല. ഒരു ഹോൾസെയിൽ ഡീലറിന്റെ അടുത്ത് മാത്രമേ നിങ്ങൾക്ക് 10 കിലോ ഒക്കെ നിങ്ങൾക്ക് ലൂസായിട്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക.
അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അവിടെ നിന്ന് ഹൈപ്പ് ചെയ്യുക. കാരണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.